ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ബ്ലോക്സ് ഡയോ ബെഡ് വാൾസ് സ്ക്വാഡ്സ് ആയിട്ടാണ്. സോ ബെഡ് വാൾസ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാത്തായിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ സ്ക്വാഡ്സ് ആണ്. അതായത് ഇതിൽ 4 ടീമുണ്ടാവും. 4 ടീമിൽ 4 പ്ലേയേഴ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ 4 ടീമിലുള്ള ഈ ഓരോ ബെഡ് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ടീമിൽ നീല ബെഡാണുള്ളത്, കാരണം ഞാൻ നീല ടീമായതുകൊണ്ട്. ഓക്കെ, ഈ ബെഡ് പൊട്ടിച്ചിട്ട് ഞാൻ അവരെ മറ്റേ പ്ലേയേഴ്സിനെ 4 പ്ലേയേഴ്സ് ഉണ്ടാവും, 4 പ്ലേയേഴ്സിനെ കൊല്ലണം. എന്നാൽ വേണമെങ്കിൽ നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് നമ്മുടെ ബെഡ് ഒന്ന് പൊട്ടിക്കാണ്ട് നമ്മൾ നോക്കണം. ഓക്കെ, സോ ഇതാണ് ബെഡ് വാൾസ് എന്ന് പറയുന്നത്. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞു തന്നേക്കണേ. ഓക്കെ, സോ വീഡിയോയിലേക്ക് പോകണേക്കാട്ട് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമുക്കൊരു പിക്കക്സ് എടുക്കാം, കുറച്ച് ബ്ലോക്സ് വേഗം എടുക്കാം. ഇനി നമുക്കൊരു ഷിയേഴ്സ് വേണം, പക്ഷേ അതിനുള്ളതായിട്ടില്ല. ഇത് കോള് ഇല്ല നമ്മുടെ കയ്യിൽ. ഓക്കെ, കോള് എടുക്കാം നമുക്ക് വേഗം. നമുക്കിനി വേഗം ബ്രിഡ്ജ് ചെയ്ത് ഒന്നെങ്കിൽ അയാൾ ചാടിയത് കൊണ്ട് ബ്ലോക്ക് ആടാൻ വന്നില്ല. അവൻ ആരായിരുന്നു അത്? ആ പ്ലെയർ ആരായിരുന്നു? ആള് ചാടിയോണ്ട് അവിടെ വരേക്ക് ബ്ലോക്ക് വന്നില്ല, പ്ലേസ് ആയില്ല. അയ്യോ, അവനാണോ അവൻ ബെഡ് വാൾസ് ഗോ. എൻ്റെ ദൃഷ്ടി പതിച്ചപ്പോഴേക്കും അവൻ താഴെ വീണു. അയ്യേ, ഇത്ര ഉണ്ടായുള്ള ഞാനൊന്ന് സൂം ചെയ്തൊന്ന് നോക്കിയുള്ളൂ ആരെന്നെ തള്ളിയിട്ടെന്ന്. കറക്റ്റ് അവൻ തന്നെ വീടും. തള്ളിയിട്ട ആൾ തന്നെ വീണു, അവനായിരിക്കണം. നമുക്ക് ഡയമണ്ട്സ് ഇപ്പം എടുക്കണ്ട. ബെഡ് ഒബ്സിഡിയൻ വെച്ച് പ്രൊട്ടക്റ്റ് ആണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ആൾക്കാർ വരുമ്പോൾ അവർക്ക് അങ്ങനെ പെട്ടെന്ന് പൊട്ടിക്കാനായിട്ട് പറ്റാത്തൊരു ബ്ലോക്ക് ആയതുകൊണ്ട് ക്വൈറ്റ് ഗുഡ്. ഒരു മാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബെഡ് പെട്ടെന്ന് പൊട്ടിക്കായിരുന്നു. ഇപ്പം ഞാൻ ചാവൂലോ, ഞാൻ ചത്തു. ഓക്കെ, നമുക്കൊരു ഷിയേഴ്സും കിട്ടി, ഒക്കെ കിട്ടി. ഓൾ സെറ്റാണ്. നമുക്കിനി കുറച്ച് ബ്ലോക്ക് മാത്രം മതി. യെല്ലോയുടെ ബെഡ് ഇപ്പോൾ പൊട്ടിക്കാം നമുക്ക്. ഓക്കെ, സോ നമ്മൾ പോകുന്നു. ഞാൻ കാണോ എല്ലാം വേഗം പൊട്ടിക്കുക, ഒറ്റ മൈൻഡ്. ഞാൻ അവനെ നോക്കിയിട്ട് ലാഗാന്ന് വിചാരിച്ചു പോയി. അവൻ എന്നെ പറ്റിച്ചു. ചത്ത് അമ്മേ. സോ നമുക്ക് പോവാം. നമ്മുടെ അടുത്തേക്ക് ഒരു ഗ്രീൻ കയറി വരുന്നുണ്ട്. ഓഹോ, അവൻ ആ സ്റ്റിക്ക് വെച്ച് അടിച്ചിട്ടേക്കണ. സ്റ്റിക്കിന്റെ ഗുണങ്ങളാണത്. അമ്മേ, ആരത്? എൻ്റെ പൊന്നു, എങ്ങനെ ഇരിക്കുന്നു? ഞാനൊരു ബുദ്ധിപരമായ നീക്കം നടത്താൻ പോവാ. അതായത് ഞാൻ ഇനി അവിടെ നിൽക്കില്ല. ഞാൻ പോയിട്ട് അതെന്തോ സംഭവിച്ചു. അതായത് എന്തോ പറ്റി. ഞാൻ ചാടാൻ നോക്കിയിട്ട് ചാടിയില്ല. അങ്ങനെ സംഭവം. നമ്മളിനി ചേനായിട്ട് പോകുന്നത് എന്താ? പച്ച പോയോണ്ട് സീനില്ല. ഓക്കെ, നമുക്ക് കുറച്ച് ബ്ലോക്സ് എടുക്കാം. പച്ച തിരിച്ച് അങ്ങനെ ഇങ്ങനെ തോന്നിക്കോ നല്ല. അവനവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. കോമഡി ആയനെ. ഓ ആരാ? ഏതൊരു മഞ്ഞ ചത്തു. ഇതിനെ എടുക്കണോ? എന്താ ഞാൻ പറയൂ. നമുക്ക് നോക്കാം, എടുക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കാം. ഏത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. അവൻ താഴേക്ക് ഇറങ്ങി വന്നു. നമ്മളിനി അവനെ അടിച്ചു വന്നാൽ പാവം കാര്യം. ഇപ്പന്മാരെന്തിനീ ലെഫ്റ്റ് ആയി പോണ, പിന്നെ നിനക്ക് കയറിനെ കളിക്കില്ലേ? ഗ്രീൻ ലെറ്റ് ഗെറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമുക്ക് ഇനി പോയിട്ട് പറ്റാണെങ്കിൽ പച്ചയുടെ ബെഡ് നമുക്ക് എടുക്കാം. നോക്കട്ടെ പച്ചയുടെ എടുക്കാൻ പറ്റുമോ ഇല്ലയോ. പറ്റിയാൽ നമുക്ക് ഇടില്ലോ, ഒന്നും പറയാനില്ല. ഒറ്റ മൈൻഡ്.
ഇവനെ നമുക്ക് തീർക്കണ്ടേ. യെസ് ബോയ്. ഏലോ RIP VIP RIP എന്നല്ല PVP VIP കളിക്കണ. എന്നെ വട്ടം കറപ്പിക്കുക, നീ എന്നെ കളിപ്പിക്കണ. എൻ്റെ പൊന്നിവൻ ആളെ വട്ടം കറക്കാണല്ലോ. ഇവൻ്റെ പുറകെ പോയ പ്രാന്ത് വരും. അതിന് നല്ലതെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഡയമണ്ട്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഫുൾ ആർമർ സെറ്റപ്പ് ചെയ്യാം. ഫുൾ ആർമർ സെറ്റായിട്ട് നമുക്ക് പോവാം. അയ്യോ വേണ്ട അവനെ അടിക്കണ്ട. അതിൻ്റെ ഡയമണ്ട് കൊണ്ട് അവനടിക്കാവുന്ന ആ ഡയമണ്ട് അവന് കിട്ടും. അത് ഞാൻ സമ്മതിക്കില്ല. കിട്ടാണെങ്കിൽ അത് എനിക്ക് കിട്ടിയാൽ മതി. അല്ലേ ഓക്കെ ഡയമണ്ട് ആർമർ. ഇനി പച്ചനെ തീർക്കാൻ പറ്റും. പച്ചയുടെ ബെഡ് പോയി. ഞാൻ വെറുതെ ഒരു TNT എടുത്തല്ലോ. നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും വെച്ചാൽ പൊട്ടി. യെല്ലോയും ഒരു ഗ്രീനും മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് തീർക്കാം എന്ന് വിചാരിക്കുന്നു. നോക്കാം പറ്റുമോ ഇല്ലയോ എന്ന്. അവനെ എന്നെ കുടിക്കും. നീയൊക്കെ എന്നെ കൊടുക്കാറായോടാ. നീ ആയോടാ. അവനെടുക്കാൻ പറ്റുമോ. ഈസി. അതിനകത്തു ഇനിയൊരു ഗ്രീൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു യെല്ലോയും കൂടി. ഇവനെ ഓർഡറവനാ റണ്ണറാ. ഇവൻ PVP ചെയ്യണില്ല, അടിക്കുന്നില്ല. നമ്മൾ ആരത് യെല്ലോ ചത്തു. ചേടാ അവൻ ചത്തു. ഇപ്പോൾ കളി നമ്മൾ ജയിച്ചിരിക്കുന്നു. 12 ഡയമണ്ട് 34 മൂൺ സ്റ്റോണൊക്കെ അവൻ കൊണ്ടുനടന്നത് എന്തായാലേ. സോ നമുക്കിനി പോവാം. ഇത് വേറെ മാപ്പാണ്, അടുത്ത കളിയാണ്. ഓക്കെ, മറ്റേ കളി നമ്മൾ ജയിച്ചു. ഇതിപ്പോൾ നമ്മൾ അടുത്ത കളി നമ്മൾ ജയിക്കുമോ ഇല്ലയോ എന്ന് കാണണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ കാണില്ല. വീഡിയോ മൊത്തത്തിലായിട്ട് കാണാൻ നോക്കുക. ഓക്കെ, സോ നമ്മൾ ഈ ബെഡ് വാർഡ്സിൻ്റെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ബിലോ. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്നോട് കളി നീ പോള കൊച്ചിറക്ക. അല്ലേ അയാളെ വലിയ കാര്യത്തിൽ ഇപ്പുറത്തിറങ്ങി അപ്പുറത്തിറങ്ങി ചാടി കളിച്ചതാണ്. അമ്മ ഇത് ചെയ്തു അവനെ മണ്ടനാക്കി. ഓക്കെ, ബെഡ് പൊട്ടി. അവരുടെ റെഡ് ബെഡ് പൊട്ടി. നമുക്കിനി അവനെ നൈസായിട്ട് പോയി ഫൈൻഡ് എടുക്കാം. ഓക്കെ, സോ നമ്മളെ ഒരു റെഡ് സ്റ്റിക്ക് വെച്ച് അടിച്ച് പറത്തി വിട്ടു. മനസ്സിലായില്ല ഇപ്പം സ്റ്റിക്കിൻ്റെ ഗുണം എന്താന്ന്. സ്റ്റിക്ക് ഈസ് വെരി പവർഫുൾ വെൻ ബെഡ് ബ്രോക്കൺ. ഓക്കെ, സ്റ്റിക്ക് വളരെ കൂട്ടത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് ആവശ്യമാണ്. കാരണം അത് വെച്ചൊരു ഒറ്റ അടി അടിച്ചാൽ മതി, ആള് തെറിച്ച് പൊക്കും. പക്ഷേ ചില സമയത്ത് മാത്രം. ഞാൻ ബാക്കിയുള്ളവരടിക്കുമ്പോൾ നല്ല ദൂരത്തിൽ ഞാൻ പോകും. ഞാൻ അടിക്കുമ്പോൾ ഒരു അത്ര വലിയ കാര്യമായിട്ട് ഒരു ദൂരത്ത് പോലും ഞാൻ അടിക്കുമ്പോൾ പോകാറില്ല. എന്ത് കാരണം എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ അടിക്കുമ്പം മാത്രം അതൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള വല്ല പ്ലേയേഴ്സ് അടിക്കണമെങ്കിലോ ഞാൻ അപ്പുറത്തെ ജില്ലയിൽ പോകും. അജി അവൻ താഴെ ചത്തു. സൂയിസൈഡ്. സോ ബെഡ് പൊട്ടുന്നു. എടാ ആക്സിലേക്ക്. സോ ഇത് കുറച്ച് ലോങ് മാച്ച് ആയിരിക്കും ഗൈസ്. കാരണം അവന്മാരെ കൊല്ലണമെങ്കിൽ കുറച്ച് പണിയാണ്. അവന്മാരെ കൂട്ടത്തോടെ നിൽക്കണം, കൂട്ടത്തോടെ. അതാകുമ്പോൾ കുറച്ച് ടാസ്ക്കാണ് നമുക്ക് അടിച്ചിടാൻ കുറച്ച് പണിയാണ്. അവന്മാർ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ കൊല്ലാൻ ഭയങ്കര പണിയാണ്. കാരണം നമ്മൾ ഒരാളടിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അടി നമുക്ക് വീണുകൊണ്ടേയിരിക്കും. അത് സീനാ. നീ ഇല്ല, നീ തീർന്നു ചാവുന്നേ സ്വന്തം. ഓക്കെ,
സോ നമുക്കൊരു ടീൻ്റെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നല്ലേ, നമുക്ക് 2 വേണം. 2 എനിക്കൊരു ഒറ്റ ഐഡിയ തോന്നുള്ളൂ. ഇത് നടന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഒരു പ്ലാൻ ഉണ്ട്, അത് നടത്തും. അതെന്തായാലും വർക്കാവും. അതായത് ഇപ്പോഴത്തെ പ്ലാൻ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഞാൻ കാണിച്ചുതരാം എന്തിട്ടാ അടുത്ത പ്ലാൻ എന്നത്. ഇത് നടക്കുമല്ലോ നോക്കാം. നടന്ന നമ്മ സെറ്റ് ഒട്ടിച്ചു, അത്രേ ഉള്ളൂ. ബെഡ് പൊട്ടി അവരുടെ. ഉള്ളിക്ക് നീ ഇവിടെ വാ, നീ ഇങ്ങോട്ട് ഓടണേ, ഇങ്ങോട്ട് വാടാ നീ ഇവിടെ വാ. അവൻ കൊറേ നേരെ അവന്മാരൊക്കെ ഒരുമിച്ചിട്ടടിക്കും. ലോങ് ആയിട്ട് വീഡിയോ, ഇവന്മാരൊക്കെ ഭയങ്കര ശല്യായിരുന്നു. ഓക്കെ, സോ നമുക്ക് 6 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആർമർ ഉണ്ടാക്കാനുള്ളതുണ്ട്. ഓക്കെ, സോ ഇല്ല ഒരു 22 ഡയമണ്ടാ. അനി നമുക്ക് 30 ഡയമണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കളിച്ചതിൽ ഇതുവരെ എനിക്ക് കിട്ടാത്ത സാധനമാണ് ഇത്രയും ഡയമണ്ട്സ്. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ എന്തിട്ടാണെന്നറിയോ? ഞാൻ അത് നടന്നില്ലെങ്കിൽ രണ്ടാമത് ഉണ്ടെന്ന് പറഞ്ഞത്, അതായത് രണ്ടാമത്തെ ഇത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തീർന്ന അതെന്ത് കളി അറിയാ വീഡിയോ എന്തിനാണത്ത അപ്പോ ഇവിടുന്ന് എൻ്റെ അപ്പോ. ഓക്കെ, സോ നമ്മളിനി ഒരു മാച്ചും കൂടിയും കളിക്കും. ആ മാച്ച് നമുക്ക് ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. സോ നമ്മൾ കുറച്ച് പിക്കാക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഓക്കെ ഇനി ഓക്കെ, സോ ഇനി നമുക്ക് നേരെ ചെന്നിട്ട് ഇവരെ പോയി അടിക്കാം. യെല്ലോ ടീം എന്തായാലും നമ്മളായിട്ട് റിവെഞ്ച് എടുക്കാനാണ് വരുന്നത് തന്നെ. ഓക്കെ, സോ നമുക്ക് അവരെ റിവെഞ്ച് എടുപ്പിക്കാം. അല്ല പിന്നെ അതിൻ്റെ ഒരു മര്യാദ. കാരണം യെല്ലോ എന്തുകൊണ്ടാണ് റിവെഞ്ച് എടുക്കണമെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ കൊന്നാലത്തെ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ യെല്ലോ ടീമിലുള്ളത്. സോ അവരെന്തായാലും റിവെഞ്ച് എടുക്കാനേ വരും. അങ്ങനെ നല്ല കാര്യമുണ്ട്, കുറച്ച് സമയം കിട്ടും. അത് എത്തില്ലായിരുന്നു. ഓക്കെ വരുമ്പോൾ എന്നെ കാത്തുക്കളൊക്കെ അവിടെ ഇവിടെ കാര്യം പണിയാ. കാരണം നമുക്ക് പോയി നോക്കാം. എനിക്കറിയാം ചാവുന്നു, അതെനിക്ക് ഉറപ്പായിരുന്നു ചാവും. പോയി കണ്ട അവനവിടെ EFT ആയിരുന്നു. അവൻ മര്യാദയ്ക്ക് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മടെ പ്ലസ് എനിക്കിട്ട് നിൽക്കണേ. നിക്ക് എടാ പ്ലീസ് എടാ ഹെൽപ്പ്. അയ്യോ, അവനെ അടിക്കാൻ പറ്റണല്ലോ എനിക്ക്. കണ്ട് ഓക്കെ, തീർത്തു അവനെ തീർത്തു. ഡിസ്ട്രോയർ യു ഡൈ. അവൻ സീനായിരുന്നു. ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു. റെഡിന്റെ ബെഡ് പൊട്ടി. സോ കോമഡി ആയനവിടെ. ഇനി നമുക്ക് ആവശ്യം കുറച്ച് ഡയമണ്ട്സ് ആണ്. ഡയമണ്ട് ആർമർ. അത് ചാവും. ഞാൻ ഒരുത്തൻ്റെ അണ്ണാക്കിക്കാണ് കയറി ചെല്ലാൻ പോണത്. മൈൻഡ്
സോ നമുക്ക് വേറെ കുറച്ച് ഫുഡ് അടിക്കാം. ഇതിനാണ് ഞാൻ ഫുഡ് എടുത്തത് തന്നെ. ഓക്കെ ഗൈസ്, സോ നമുക്ക് ബ്ലോക്സ് ഒരു സ്റ്റാക്ക് ആയതുകൊണ്ട് അത് മതി. ഇനി നമ്മൾ ബ്ലോക്സ് എടുക്കണില്ല. ഓക്കെ, ഇനി 1v1 ഗ്രീൻ വിസസ് ബ്ലൂ. നമുക്കിനി ഡയമണ്ട്സ് അത്യാവശ്യമാണ്. നമുക്ക് തന്നെ കുറച്ച് 2 ബലൂൺ മേടിച്ചിട്ട് തരാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് പണി കിട്ടും. കുറച്ച് ബലൂണും കുറച്ച് ഐസ് ഇത് എന്നിട്ട് പറയുന്നത് എനിക്ക് ലാഗ് ഉള്ളതുകൊണ്ട് ചെയ്യാം. അറക്കടി ഇത് കിട്ടി. ഓ, അയാള് രക്ഷപ്പെട്ട് പറ്റാത്തവനവൻ. അത് വേറെ കാര്യം. എന്തോ ഭാഗ്യത്തിന് അവൻ ഓടി ഇറങ്ങി. അല്ലെങ്കിൽ മറ്റേ ഐസ് ബ്രിഡ്ജ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ടു. അത് കുറച്ചുകൂടി വേറെ വല്ല സ്ഥലത്തായിരുന്നെങ്കിൽ തീർന്നേനെ, ഉറപ്പായിട്ട് നിർന്നേനവൻ. കൺഫേം ആയിരുന്നത്. ഓക്കെ, ഫോക്കസ്. ഇയാളെ നമുക്ക് ജയിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സോ നമുക്കിനി ഡയമണ്ട് വേണം. ഡയമണ്ട് ആർമറിലേക്ക് മാറണം. പിന്നെ കുറച്ച് ഡയമണ്ട്സ് വേണം. Okay. We got this. GG's. അല്ല പിന്നെ കളി കഴിച്ച് അല്ല. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ഇട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്, സീ യു. ഇതേപോലത്തെ ബെഡ് വാർസ് വീഡിയോസ് വേണമെങ്കിൽ എല്ലാവരും ഡു കമൻറ്റ് ബിലോ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.